ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ രാജീവ് സത്യപാലൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് അറിയാമോ? ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിയോളജി യൂണിറ്റിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലങ്സ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് സാധാരണഗതിയിൽ നമുക്ക് തോന്നാറുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ലങ്സ് വോളിയംസിനെ പറ്റിയിട്ടും ലങ്സ് കപ്പാസിറ്റീനെ പറ്റിയിട്ടും ഒക്കെ ഒന്ന് പഠിച്ചാലോ? നമുക്കതിലേക്ക് നേരിട്ട് തന്നെ കടക്കാം. ഓക്കെ, സോ ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കാൻ പോകുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് അല്ലേ? ഇപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്നതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രണ്ട് പ്രോസസ്സ് എന്താണ്? ഇൻഹലേഷൻ, എക്സ്ഹലേഷൻ മുതലായിട്ടുള്ള പ്രോസസ്സാണ്. ഈ രണ്ട് സിമ്പിൾ പ്രോസസ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരച്ച് കാണിച്ചു തരും. അതിൽ നിന്ന് നമുക്ക് ഈ എല്ലാ ലങ്സ് വോളിയംസും എല്ലാ ലങ്സ് കപ്പാസിറ്റീസും നമുക്ക് വളരെ സിമ്പിളായി വളരെ ഈസിയായി ഇനി ഒരിക്കലും മറന്നു പോകാത്ത വിധം ഈസിയായി സൂപ്പറായി പഠിച്ചെടുക്കാം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം അല്ലേ? സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഹിയർ കംസ്. ഓക്കെ, ഫൈൻ. സോ ഞാനിതാ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാനൊരു വൈ ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. വൈ ആക്സിസ് വരച്ചു. ഓക്കെ, ആ വൈ ആക്സിസിന് ശേഷം ഞാനൊരു എക്സ് ആക്സിസ് വരയ്ക്കുന്നു. ഓക്കെ, എക്സ് ആക്സിസിൽ ഞാൻ എടുക്കുന്നത് ടൈമാണ്. ഓക്കെ, ടൈമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം എന്താണ്, നമ്മൾ റിസ്പയർ ചെയ്യുന്നത് ഒരു മിനിറ്റിൽ 12 to 16 ടൈംസ് ആണ്. അത് ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം എക്സ് ആക്സിസിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടൈം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. വൈ ആക്സിസിൽ ഞാൻ എടുക്കുന്നത് വോളിയമാണ്. എന്തിൻ്റെ വോളിയമാണ് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ലങ്സിലുള്ള എയറിൻ്റെ വോളിയമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ യൂണിറ്റായിട്ട് ഞാൻ എടുക്കുന്നത് മില്ലി ലിറ്റേഴ്സ് ആണ്. ടൈമിന് നമുക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊരു യൂണിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിവിടെ കൃത്യമായിട്ട് 12 മുതൽ 16 വരെയുള്ള ഇൻഹലേഷൻസ് എക്സലേഷൻസ് ഒന്നും വരയ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു യൂണിറ്റ് കൊടുക്കുന്നില്ല. ഇത്ര സെക്കൻഡ് എന്നോ ഇത്ര മിനിറ്റ് എന്നോ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇൻഹലേഷൻ എക്സലേഷൻ കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ വേറെ ഒരു വരയും കൂടിയും ഇവിടെ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഇൻഹേൽ ദെൻ എക്സ്ഹേൽ അല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. സോ അത് ഞാൻ ഇവിടെ കാണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, നോക്കൂ. നമ്മളിതാ ഇൻഹെയിൽ ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ദെൻ ഇൻഹെയിൽ, എക്സ്ഹെയിൽ, ദെൻ എ ഡീപ്പ് ഇൻഹലേഷൻ I am taking. Deep inhalation and coming back to the normal. Again inhale, exhale, then a deep exhalation I am taking. Okay, then again inhale, exhale, inhale, exhale. So this is our breathing process അല്ലേ? ഇതാണ് ബ്രീത്തിങ് പ്രോസസ്സ്. ഈ ബ്രീത്തിങ് പ്രോസസ്സിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ലങ്സ് വോളിയംസിനെയും ലങ്സ് കപ്പാസിറ്റീസിനെയും പറ്റി വളരെ ഈസിയായി ഈ ഒരു ഡയഗ്രാമിൽ നിന്ന് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ വാല്യൂസ് നമ്മളിപ്പോൾ പഠിക്കും, അതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മളിപ്പോൾ പഠിക്കും. എല്ലാം വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു പോയിന്റ് ഇൻഹെയിൽ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഞാനിവിടെ ഇൻഹെയിൽ ചെയ്യുന്നു. അതിനുശേഷം എക്സ്ഹെയിൽ ചെയ്യുന്നു, ഇൻഹെയിൽ ചെയ്യുന്നു, എക്സ്ഹെയിൽ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മളിവിടെ വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് എന്താണ്? വോളിയമാണ്. വോളിയം ഓഫ് എയർ ആണ് എടുത്തിരിക്കുന്നത്. എവിടത്തെ? ലങ്സിൻ്റെ ഉള്ളിലത്തെ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്കിവിടെ ഇൻഹലേഷൻ എക്സ്ഹലേഷൻ, ഇൻഹലേഷൻ എക്സ്ഹലേഷൻ, ഇതിൻ്റെ എല്ലാം പോയിന്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോർമൽ ഇൻഹലേഷൻ, നോർമൽ എക്സ്ഹലേഷൻ, ഇതിൻ്റെ എല്ലാം മിഡ് പോയിന്റുകൾ നമ്മൾ കണക്കാക്കിയിട്ട് ഇതിനെയെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്റ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. സോ നമുക്ക് ഇതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോളിയം നമുക്കിവിടെ കിട്ടും. വോളിയം ഓഫ് എയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഡ്യൂറിങ് എ നോർമൽ ഇൻസ്പിരേഷൻ ആൻഡ് എ നോർമൽ എക്സ്പിരേഷൻ. നോർമൽ ഇൻസ്പിരേഷൻ, എ നോർമൽ
expiration, the volume, the corresponding volume of air during a normal inspiration and a normal expiration is known as the tidal volume. Tidal volume എന്താണ് എന്ന് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത് tidal volume ആണ്, ഇത് tidal volume ആണ്. The corresponding air volume when you are normally inhaling and normally exhaling. ഇതും tidal volume തന്നെ. tidal volume. അപ്പോൾ tidal volume എന്താണ് എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. tidal വോളിയത്തിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം ടൈഡൽ വോളിയത്തിൻ്റെ വാല്യൂ, ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 ml ആണെന്ന് നമുക്കറിയാം. 500 ml. ഓക്കെ, 500 ml ആണ് ടൈഡൽ വോളിയത്തിൻ്റെ വാല്യൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂറിങ് ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ നോക്കൂ, ഇതുവരെ നോർമൽ ഇൻസ്പിറേഷൻ ആണ് വരുന്നത്, നോർമൽ ഇൻഹലേഷൻ ആണ് വരുന്നത്. ഡ്യൂറിങ് എ ഫോഴ്സ്ഫുൾ ഇൻഹലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അഡീഷണൽ വോളിയം ഓഫ് എയറും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. IRV. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഡീഷണൽ വോളിയം. ടൈഡൽ വോളിയത്തിനേക്കാളും അഡീഷണൽ ആയിട്ടുള്ള ഒരു വോളിയമാണ് വരുന്നത്. ടൈഡൽ വോളിയം ഇവിടെ വരെയാണ് വരുന്നത്. ദിസ് ഈസ് ദ ടൈഡൽ വോളിയം. ആ ടൈഡൽ വോളിയത്തിനേക്കാളും അഡീഷണൽ ആയിട്ട് വരുന്ന വോളിയം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. ഈ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ഓർത്ത് വെക്കുന്നതിന് ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ടൈഡൽ വോളിയത്തിൻ്റെ 5 ടൈംസ് ആണ് ഈ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ വരുന്നത് അപ്പോൾ 2500 to 3000 ml വരെയാണ്. സോ അതേപോലെ തന്നെയാണ് ആഫ്റ്റർ എ നോർമൽ എക്സ്ഹലേഷൻ, ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് കളയുന്ന എയറിൻ്റെ വോളിയം, അതിനെയാണ് നമ്മൾ ERV എന്ന് പറയുന്നത്, എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. എക്സ്പിരേറ്ററി റിസർവ് വോളിയം നോർമലി ടൈഡൽ വോളിയത്തിൻ്റെ 2 മടങ്ങാണ്. ടൈഡൽ വോളിയത്തിൻ്റെ 2 മടങ്ങാണ്. അതുകൊണ്ട് നമ്മൾക്ക് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 1000 മുതൽ 1100 വരെ, 1100 ml വരെയാണ്. അവിടെ സ്ഥലമില്ലാത്ത കാരണം ഞാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ERV. സോ IRV, TV, ERV എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോർമലായി നമ്മൾ എടുക്കുന്നത് എന്താണ്? TV ആണ്. ആ നോർമലിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഇൻഹെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് IRV ആണ്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, ഇൻസ്പയർ ചെയ്യുകയാണ്, ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം ആണ്. നമ്മൾ പുറത്തേക്ക് കളയുകയാണ് എന്നുണ്ടെങ്കിൽ അത് എക്സ്പിരേറ്ററി റിസർവ് വോളിയമാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓൾറെഡി 3 ലങ്സ് വോളിയംസ് എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. TV എന്താണ് എന്ന് മനസ്സിലായി, IRV എന്താണ് എന്ന് മനസ്സിലായി, ERV എന്താണെന്ന് മനസ്സിലായി. ഇനി 4ാമത്തെ ഒരു വോളിയം കൂടിയുണ്ട്, ദാറ്റ് ഈസ് ദ റെസിഡുവൽ വോളിയം. എന്താണ് റെസിഡുവൽ വോളിയം? റെസിഡുവൽ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലങ്സിൽ അവശേഷിക്കുന്ന എയർ എന്നാണ് അർത്ഥം. ലങ്സിൽ അവശേഷിക്കുന്ന എയർ. എങ്ങനെ അവശേഷിക്കുന്ന എയർ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് അല്ലേ? അത് എങ്ങനെയാണ്? ഈ പ്രോസസ്സുകളിലൊന്നും തന്നെ ഏർപ്പെടാതെ, അതായത് നോർമൽ റെസ്പിറേഷൻ, നോർമൽ ഇൻഹലേഷൻ, നോർമൽ എക്സ്ഹലേഷൻ, അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, ഇതിലൊന്നും ഉൾപ്പെടാതെ ലങ്സിൽ അങ്ങനെ കിടക്കുന്ന ആ എയറിനെയാണ്, ആ ഒരു വോളിയം ഓഫ് എയറിനെയാണ് നമ്മൾക്ക് റെസിഡുവൽ വോളിയം ഓഫ് എയർ എന്ന് പറയാൻ പറ്റുക. സോ ആ റെസിഡുവൽ വോളിയം ഇതിലൊന്നും തന്നെ ഉൾപ്പെടാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ റെസിഡുവൽ വോളിയത്തിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. റെസിഡുവൽ വോളിയംസ് ഈസ് ഈക്വൽ ടു 1100 to 1200 ml വരെയാണ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് അവർ എന്താണ് ലങ്സ് വോളിയംസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 4 വോളിയംസ് നമ്മൾക്കിപ്പോൾ കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? ഏത് വോളിയമാണ്, എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്, എന്താണ് അത് ആക്ച്വലി എന്നെല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു പ്രാവശ്യം കൂടിയും സാർ അത് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡ്യൂറിങ് എ നോർമൽ ഇൻസ്പിരേഷൻ്റെ സമയത്ത് നമ്മൾ എടുക്കുന്നതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500 ml ആണ്. അതിൽ നിന്ന് കൂടി
ഫോഴ്സ്ഫുള്ളി, ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ്റെ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന അതാണ് IRV എന്ന് പറയുന്നത്. അത് ടൈഡൽ വോളിയത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുക്കുന്നതാണ്. ദിസ് ഈസ് ദ IRV എന്ന് പറയുന്നത്. അതും എന്താണെന്ന് മനസ്സിലായി. ERV ആഫ്റ്റർ എ നോർമൽ എക്സ്ഹലേഷൻ, ഒരു നോർമൽ എക്സ്ഹലേഷന് ശേഷം നമ്മൾ മാക്സിമം പുറത്തേക്ക് കളയാൻ പറ്റുന്നത് എത്രയാണോ അതാണ് ERV എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഇതിലൊന്നും തന്നെ പങ്കെടുക്കാതെ ലങ്സിൽ അങ്ങനെ തന്നെ കിടക്കുന്ന വോളിയം ഓഫ് എയർ ആണ് റെസിഡുവൽ വോളിയം എന്നുള്ളതും നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 4 കപ്പാസിറ്റീസ്. ആ 4 കപ്പാസിറ്റീസ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലങ് കപ്പാസിറ്റീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ലങ് കപ്പാസിറ്റീസ് വി ആർ ഗോയിങ് ടു ചെക്ക്. അതിൽ ഏറ്റവും ആദ്യത്തെ കപ്പാസിറ്റി ഏതാണ്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മാക്സിമം എബിലിറ്റി ടു ഇൻസ്പയർ. അതാണ് എത്രമാത്രം നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദിസ് ഈസ് ദ നോർമൽ ഇൻസ്പിരേഷൻ, റൈറ്റ്? ഇത് നോർമൽ ഇൻസ്പിരേഷൻ ആണ് എങ്കിൽ this is also a normal inspiration which is equal to TV അല്ലേ? TV ആണല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ആരാണ് വരുന്നത്? IRV കൂടി വരുന്നു. അതാണ് നമ്മൾക്ക് മാക്സിമം ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്ന എയറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ദ മാക്സിമം എമൗണ്ട് ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ്, അതിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. IC നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ TV പ്ലസ് IRV. എങ്ങനെയാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നോ പ്രോബ്ലം. വി വിൽ ചേഞ്ച് ദ കളർ നൗ. ഓക്കെ, ഫൈൻ. സോ ഇപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇതേപോലെ എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നോർമൽ എക്സ്പിരേഷൻ സംഭവിക്കുന്നത് ഇതാണ്. നോർമൽ എക്സ്പിരേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എങ്കിൽ ആ നോർമൽ എക്സ്പിരേഷൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ERVയും കൂടി നമ്മൾക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. സോ ആ നോർമൽ എക്സ്പിരേഷൻ്റെ കൂട്ടത്തിൽ ERVയും കൂടി കളയുകയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. എക്സ്ഹറേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ഈസി എന്ന് പറയുന്നത്, സോ അതിൽ വരുന്നത് TV പ്ലസ് IRV ആണ്. അപ്പോൾ 2 കപ്പാസിറ്റീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കപ്പാസിറ്റിയാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി അല്ലേ. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ എക്സ്ഹലേഷന് ശേഷം എക്സ്പിരേഷന് ശേഷം ഒരു നോർമൽ എക്സ്പിരേഷൻ ഇതാ ഇവിടെ നടക്കുന്നു. ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം നമ്മളുടെ ലങ്സിൽ എത്രമാത്രം വോളിയം ഓഫ് എയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ എക്സ്ഹലേഷൻ നടന്നു കഴിഞ്ഞാൽ, എക്സ്പിരേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര വോളിയം അവിടെ ഉണ്ടായിരിക്കും? നോക്കൂ മക്കളെ, നമുക്ക് ഈ വോളിയം അവിടെ എയർ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു വോളിയം ഓഫ് എയർ അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും അല്ലേ. അത് എന്തിനോട് ഈക്വൽ ആണ്? അത് ERVയോട് ഈക്വൽ ആണ്. ERV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ERV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വോളിയം ഫുൾ ഓഫ് ERV തന്നെയാണ് അല്ലേ. സോ അതിനോട് ഈക്വലൻ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഈ വോളിയം ഉള്ളത്. പ്ലസ് ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റും കൂടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ RV കൂടിയുണ്ട്. സോ നമുക്ക് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം? ERV പ്ലസ് റെസിഡുവൽ വോളിയം, ERV പ്ലസ് റെസിഡുവൽ വോളിയം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അടുത്ത കപ്പാസിറ്റിയാണ് വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? ഒരു ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷന് ശേഷം, ഒരു ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ അല്ലേ. ഇതാണ് ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷൻ. ഈ ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എയർ എത്രയാണ്? അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്ന എയർ ഏതൊക്കെയാണ് വരിക? ഇവിടുന്ന് ശേഷം ERV ഇതാ വരുന്നു. ERVയോട് ഈക്വലൻ്റ് ആയിട്ടുള്ള എയർ നമുക്ക് ഇൻഹെയിൽ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ TV ടൈഡൽ വോളിയം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ടൈഡൽ വോളിയം മാത്രമല്ല, അതിനുശേഷം അതിനോട്
ഈക്വലൻ്റ് ആയിട്ട് IRV കൂടി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. IRV കൂടി നമുക്ക് എടുക്കാൻ പറ്റും. സോ 3 വോളിയംസ് നമുക്ക് എടുക്കാൻ പറ്റും. ERV നമുക്ക് എടുക്കാൻ പറ്റും, ടൈഡൽ വോളിയം നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെയുള്ള IRV ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് മക്കളെ? ശ്രദ്ധിച്ചു നോക്കിയേ. വൈറ്റൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. ERV ഫോഴ്സ്ഫുൾ എക്സ്ഹലേഷന് ശേഷം നമുക്ക് ERV ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ TV നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് IRVയും കൂടിയും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഇതിനെ ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ERV പ്ലസ് IRV പ്ലസ് TV എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ ഇനി നെക്സ്റ്റ് നമുക്ക് ഫൈനലായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചേർത്താൽ മാത്രം മതി? റെസിഡുവൽ വോളിയം കൂടി ചേർത്താൽ മതി. അതുകൊണ്ട് ടോട്ടൽ ലങ് കപ്പാസിറ്റി TLC ഈസ് ഈക്വൽ ടു റെസിഡുവൽ കപ്പാസിറ്റി, റെസിഡുവൽ വോളിയം പ്ലസ് ERV പ്ലസ് IRV പ്ലസ് TV. അതല്ല എന്നുണ്ടെങ്കിൽ റെസിഡുവൽ വോളിയം പ്ലസ് വൈറ്റൽ കപ്പാസിറ്റി. വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ വോളിയംസും ഈ ഒരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് തന്നെ വളരെ ഈസിയായി, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലായി. നമുക്ക് ആകെ വരയ്ക്കേണ്ടി വന്നത് നമ്മളുടെ ഇൻഹലേഷൻ, എക്സ്ഹലേഷൻ അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ, എക്സ്പിരേഷൻ ആ ഒരു ഡയഗ്രാം മാത്രമാണ് വരയ്ക്കേണ്ടി വന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വോളിയംസും എല്ലാ കപ്പാസിറ്റീസും നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിൽ 2 എണ്ണം മാത്രമേ നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുള്ളൂ. അത് ഒരു പ്രാവശ്യം കൂടി സാർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഏതാണ്? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. എന്താണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എക്സ്പിരേഷന് ശേഷം നമ്മളുടെ ലങ്സിൽ അവശേഷിക്കുന്ന കപ്പാസിറ്റി എത്രയാണോ അതാണ്. അപ്പോൾ നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലങ്സിൽ അവശേഷിക്കുന്നത് ഇത്രയാണ്, വിച്ച് ഈസ് ഈക്വലൻ്റ് ടു ERV ആണ്. അതിൻ്റെ കൂട്ടത്തിൽ RVയും കൂടി കൂട്ടിച്ചേർക്കുക. സോ നമുക്ക് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി കിട്ടി. പിന്നെ വൈറ്റൽ കപ്പാസിറ്റിയാണ്. വൈറ്റൽ കപ്പാസിറ്റിയും അതേപോലെ തന്നെയാണ്, പക്ഷെ നോർമൽ എക്സ്പിരേഷന് ശേഷമല്ല, ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷം. ദിസ് ഈസ് ദ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ അഗെയിൻ. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് എയർ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ദെൻ ഇൻ അഡീഷൻ ടു ദ ടൈഡൽ വോളിയം നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ അതിനുശേഷം നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം കൂടി എടുക്കാൻ പറ്റും. ഇത് 3ഉം കൂടി കൂട്ടിയതാണ് നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മെയിൽസിൻ്റെ കാര്യത്തിൽ അത് കൂടുതലും, ഫിമെയിൽസിൻ്റെ കാര്യത്തിൽ അത് കുറവുമായിരിക്കും. മെയിൽസിൻ്റെ കാര്യത്തിൽ അത് ഓൾമോസ്റ്റ് 6000 ml അല്ലെങ്കിൽ 6 ലിറ്റർ ആയിരിക്കും. ഫിമെയിൽസിൻ്റെ കേസിൽ അത് 4.2 ലിറ്റർ ആയിരിക്കും. സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഈ ലങ് കപ്പാസിറ്റീസിനെയും ലങ് വോളിയത്തിനെയും പറ്റി പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെ സഹായകരമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ, സോ വിത്ത് ദിസ് ഐ ആം വൈൻഡിങ് അപ്പ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.